ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം ഞാനിന്ന് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റവ ഉപ്പുമാവാണ്. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകിട്ട് ചായ കുടിക്കുമ്പോഴായാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്ലീസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ഒന്ന് ചൂടാവാൻ വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ റവ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒട്ടിപ്പിടിക്കാതെ കിട്ടാനൊക്കെ അത് നല്ലതാണ്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കരിഞ്ഞൊന്നും പോകരുത്, കളറൊന്നും മാറി വരരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. കൂടെ തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തോട്ടെ. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, കളറൊന്നും മാറിയിട്ടില്ല, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് പാനിൽ നിന്ന് റവ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ റവ മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാൻ തന്നെ വെച്ചിരിക്കുകയാണ്. റവ ഒന്ന് തുടച്ച് മാറ്റി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഇടുന്നില്ല. ഞാൻ ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തും ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ആ ഇഞ്ചിയുടെ ഒരു മണമൊക്കെയാണ്, ഒരു ടേസ്റ്റൊക്കെയാണ് ഉപ്പുമാവിൻ്റെ പ്രത്യേകത. തീരെ ചെറിയ കഷ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ സവോളയൊക്കെ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. തീരെ അങ്ങ് വഴണ്ടു പോകരുത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. മഞ്ഞ കളർ താല്പര്യമില്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 പിടി ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്ത് ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുകയൊക്കെ ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തീരെ അങ്ങ് വെന്തോടിയൊന്നും ചെയ്യരുത്. 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്ന് കുക്കായിട്ടുണ്ട്. ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. തീരെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. നിങ്ങൾക്കൊരു കുഴഞ്ഞൊരു പരിവാണ് വേണ്ടതെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 1 കപ്പ് മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, കൂടി പോകരുത്. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഇതായി വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന ആ റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെപ്പോഴും ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ അതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി ഇതുപോലെ ഒന്ന് പൊത്തി വയ്ക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ചിടാൻ വിട്ടു പോകരുത്. അപ്പോൾ ഇതാ ഇതുപോലെ പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഞാൻ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ വെറുതെ ഇട്ടെന്നേ ഉള്ളൂ. അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. തീ നന്നായി കുറച്ചിടാൻ വിട്ടു പോകരുത്. നമ്മുടെ ഉപ്പുമാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കട്ടയെല്ലാം വിട്ട് വരും. നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി വിട്ട് വരും. കണ്ടില്ലേ, അതിൻ്റെ ചൂടൊന്ന് കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഉപ്പുമാവ് നന്നായിട്ട് കട്ടയില്ലാതെ പോലെ ഇതുപോലെ വിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തീയൊന്നും ഇടരുത്. ഇളക്കി കൊടുത്ത ശേഷം ഉടനെ തന്നെ തീ ഓഫാക്കിയിടുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റവ ഉപ്പുമാവ്, ഒട്ടിപ്പിടിക്കാത്ത റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും അത് ചോദിക്കുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സപ്പോർട്ടായിരിക്കും നമ്മുടെ ചാനലിന്. ഓക്കെ, അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക് യു.